ഇനി നമുക്ക് മറ്റു ചില പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി പരിശോധിച്ചു പോകാം. മഹാരാജാസ് കോളേജ് സംഘർഷത്തിൽ 21 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. KSU ഫ്രറ്റേണിറ്റി പ്രവർത്തകരെയാണ് സസ്പെൻഡ് ചെയ്തത്. അന്വേഷണ കമ്മീഷന് മുന്നിൽ ഹാജരാകാനല്ലാതെ ഇവർക്ക് കോളേജിൽ പ്രവേശിക്കാനാകില്ല. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. നവമി, ഗുഡ് മോർണിംഗ്. എന്താണ് വിശദാംശങ്ങൾ? ആര്യ, വെരി ഗുഡ് മോർണിംഗ്. കൊച്ചി മഹാരാജാസ് കോളേജിലെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ 21 വിദ്യാർത്ഥികളെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്ന കാലയളവിലേക്കായിരിക്കും ഇവരുടെ സസ്പെൻഷൻ. അന്വേഷണ കമ്മീഷന് മുന്നിൽ ഹാജരാകാനല്ലാതെ ഇവർക്ക് കോളേജ് ക്യാമ്പസിനുള്ളിൽ പ്രവേശിക്കാനാകില്ലെന്ന് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഉത്തരവിൽ പറയുകയും ചെയ്യുന്നുണ്ട്. 18 കോളേജ് കൗൺസിൽ യോഗത്തിലായിരിക്കും തീരുമാനം ഇപ്രകാരമുള്ള ഈ ഉത്തരവ്. എന്നാലും SFI യൂണിറ്റ് സെക്രട്ടറിയും 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിയുമായ അബ്ദുൽ നാസറിനെ മർദ്ദിക്കുകയും അപായപ്പെടുത്താൻ ശ്രമിക്കുകയും കുത്തുകയും ചെയ്തു എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് 13 KSU ഫ്രട്ടേണിറ്റി പ്രവർത്തകരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കേസിൽ, അതായത് അബ്ദുൽ നാസറിനെ മർദ്ദിച്ച കേസിലെ 2ാമത്തെയും 3ാമത്തെയും പ്രതിയായ വിദ്യാർത്ഥികൾ മുഹമ്മദ് ഫയാസിനെയും ബിലാലിനെയും മാരകമായി ഉപദ്രവിച്ചു. അതായത് ഇവർ ചികിത്സയ്ക്കായി ജനറൽ ആശുപത്രിയിൽ വന്നപ്പോൾ ആശുപത്രിയിൽ വെച്ച് ആംബുലൻസിന്റെ ഉള്ളിൽ കയറി മർദ്ദിച്ച SFIയിലെ 8 വിദ്യാർത്ഥികളെയും കൂടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് 21 പേരെയും കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. എന്തായാലും കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലടക്കം കടുത്ത നടപടികളാണ് കോളേജ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 6 മണിക്ക് ശേഷം കോളേജിന്റെ ഗേറ്റ് അടയ്ക്കും. ID കാർഡ് ഇല്ലാതെ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കില്ല എന്നടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ശക്തമായ നിലപാടാണ് കോളേജിൽ സ്വീകരിച്ചിട്ടുള്ളത്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്.